ഹലോ, ഇന്ന് ഞാനപ്പോൾ ഒരു കുഞ്ഞി തക്കാളി ചോറാണ് ഉണ്ടാക്കണേ കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കണേന്. അതിനുവേണ്ടി തക്കാളി, ഇഞ്ചി, പച്ചമുളക്, സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വേഗം വാടാൻ വേണ്ടിയിട്ട് അല്പമല്ല, ആവശ്യത്തിന് നമ്മുടെ ചോറിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ വേഗം വാടി കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ അതൊരു വിധം വാടിയിട്ടുണ്ട് കേട്ടോ. വാടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്നും കൂടെ വാട്ടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, ഇത്തിരി പോരാന്ന് തോന്നിയപ്പോൾ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയില, പുതിനയില എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടുക. നല്ല ഗ്രേവി പോലെ ആക്കുക. വാട്ടിക്കഴിഞ്ഞതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. മസാല എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ വേണ്ട, ഒരു പകുതിയൊക്കെ, അര സ്പൂണ് ഗരം മസാല, അര സ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണേ. പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമുക്കതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം വലിയിച്ചെടുക്കുക, ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ മിക്സ് ആകുമ്പോൾ നല്ല സ്മെല്ല് വരണ്ട കേട്ടോ, മല്ലിയിലടക്ക. നന്നായിട്ട് മിക്സായി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കണേ. അപ്പോൾ അതിന് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇരട്ടി വെള്ളമാണല്ലോ എടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടിയിട്ട് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. നല്ല വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തേക്കണേ കേട്ടോ. എങ്ങനെയുണ്ടെന്നറിയില്ല, ചെയ്ത് നോക്കണേന്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് അടക്കുക. ജസ്റ്റ് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവി കാരണം ക്ലിയർ ആവണില്ല. അപ്പോൾ മോനൊരാഗ്രഹം തക്കാളിച്ചോറ് കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേന് കേട്ടോ. അപ്പോൾ അവന് തന്നെ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതിന് ജോഡിയായിട്ട് ഞാൻ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തി, പിന്നെ മോനെന്തോ കെച്ചപ്പ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതും കൂട്ടി ആൾ കഴിക്കാൻ പോകുന്നു. ആൾക്ക് ഒത്തിരി